കീം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എജുപോണിന്റെ വക ഒരു കിഡിലൻ ഗിഫ്റ്റാണ്. കഴിഞ്ഞ 5 വർഷത്തെ PYQs നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പബ്ലിക്കായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എജുപോണിന്റെ ബാച്ചിൽ ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളുണ്ടാവും, ജോയിൻ ചെയ്യാൻ കഴിയാത്തവരുണ്ടാവും. പക്ഷേ PYQs ഒക്കെ എല്ലാവർക്കും നമ്മൾ അവൈലബിൾ ആക്കാണ്. ഫൈനൽ എക്സാം ഡേ ആയില്ലേ, ഇനി എന്താണ് മുഴുവൻ ചാപ്റ്റർ ഒരിക്കലും പഠിച്ചെത്താൻ പറ്റില്ല. ക്രാഷ് പ്രോഗ്രാം ഒക്കെ അവസാന ദിവസങ്ങളിലേക്ക് എത്തി. അപ്പോൾ ക്രാഷ് ബാച്ചിലുള്ളവർക്ക് അവരുടെ ഷെഡ്യൂൾ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് രാവിലെ തീർത്തിട്ട് അതിനുശേഷം ഈ PYQ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി റിവിഷനും കൂടിയാവും. ഇനി ഒരു ബാച്ചിലും ജോയിൻ ചെയ്യാൻ പറ്റാതെ പോയവരുണ്ടാവും, ഇനി മറ്റേതെങ്കിലും ബാച്ചസിലൊക്കെ ജോയിൻ ചെയ്തവരുണ്ടാവും. അവർക്കെല്ലാം ഇത് ആക്ച്വലി യൂസ്ഫുൾ ആയിരിക്കും. PYQs നമ്മൾ എന്ത് ചെയ്യുന്നു, പല സെക്ഷൻസ് ആയിട്ട് നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി, നമ്മുടെ കീമിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അത് ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് വെച്ചോളൂ. കാരണം നോട്ട്സ് വലിയ നോട്ട്സ് ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. താഴെ കമ്മ്യൂണിറ്റിയിൽ താഴെ പിൻഡ് മെസ്സേജിലുണ്ടാവും. അപ്പോൾ ഷെഡ്യൂൾ ഇങ്ങനെയാണ്. ഏപ്രിൽ 11 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്സിന്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. രാത്രി 7 മണിക്കായിരിക്കും. ഇനി അതേപോലെ മാത്സും നമ്മൾ ഒരു 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്സിന്റെ പാർട്ട് 1 അത് നമ്മൾ ഏപ്രിൽ 12 അത് വൈകിട്ട് 5 മണിക്കാണ്. മാത്സിന് വെയിറ്റേജ് കൂടുതലുണ്ട്, അപ്പോൾ കൂടുതൽ ടൈം എടുത്തിട്ട് തന്നെയാണ് പറയുന്നത്. ഇനി കെമിസ്ട്രിയുടെ കേസിൽ ഏപ്രിൽ 13 നമ്മൾ 2 സെഷനായിട്ട് 2 പാർട്ടാണ് ചെയ്യുന്നത്, പക്ഷേ സെയിം ഡേ ആണ്. ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ എന്ത് ചെയ്യുന്നു, 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ ഫിസിക്കലും ഇനോർഗാനിക്കും നമ്മൾ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി അതേപോലെ ഏപ്രിൽ 14 15 മാത്സിന്റെയും ഫിസിക്സിന്റെയും പാർട്ട് 2 2 മണിക്കും 5 മണിക്കും ഉണ്ടായിരിക്കും. എൻ്റെ എക്സാം തുടങ്ങുന്നതിന്റെ ഫൈനൽ ഡേ അല്ലെ, ബേസിക്കലി പല ദിവസങ്ങളിൽ പല സെഷൻസ് ആയിട്ടാണ് എക്സാം. അപ്പോൾ നമ്മൾ ഏപ്രിൽ 16 എന്ത് ചെയ്യുന്നു, ഓൾ സബ്ജക്ട്സിന്റെ ഒരു ക്വസ്റ്റ്യൻ മാരത്തോൺ നമ്മൾ രാവിലെ 9 മണി തൊട്ട് രാത്രി വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ചാപ്റ്ററിനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ നോട്ട്സ് ആക്ച്വലി ഞങ്ങൾ വിചാരിക്കുന്നത് ലൈവിന് മുമ്പ് തന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിറ്റി നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യങ്ങളുടെ സംശയമുള്ള ഭാഗങ്ങൾ മാത്രം മേ ബി ലൈവിന് ശേഷം കണ്ടാലും മതി. സോ എങ്ങനെ കണ്ടാലും വേണ്ടി നിങ്ങൾ യൂസ്ഫുൾ ആക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഫൈനൽ മൊമെന്റിൽ ഒന്നും പഠിക്കാത്തവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. PYQs പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ടോപ്പ് സ്കോർ എത്താൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, PYQs മാത്രം കണ്ടുവന്നു. പക്ഷേ ഇതെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ മൊമെന്റിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് ഒരു ഗവൺമെന്റ് കോളേജിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് എങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റേണ്ടതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.